കാര്യാനുഭവങ്ങൾ പങ്കുവയ്ക്കലാണ്. അത് എല്ലാ ചിട്ടവട്ടങ്ങളെയും തെറ്റിച്ചുകൊണ്ടുള്ള തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ഒട്ടേറെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് കാവ്യാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ചില കവിതകൾ ചൊല്ലിയിട്ടാണ് ജിനു മാഷ് തൻ്റെ കാവ്യജീവിതത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയ ഒരു കാലത്ത് നാടിൻ്റെയും കാർഷികയുടെയും ഒക്കെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷം സ്വന്തം വീട്ടിലിരുന്ന ഈ ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുകൂടിയായിരുന്നു. അങ്ങേയറ്റം ഹൃദ്യമായ ഓർമ്മകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. നമ്മുടെ കൂടെ കാവ്യശികയുടെ പ്രധാനപ്പെട്ട സംഘാടകയിൽ പെടുന്ന ഒരാളായ CJ രേഖൻ്റെ രേഖ 2 വാക്ക് സംസാരിച്ചു. ഏറ്റവും മനോഹരമായ ഒരു സായാഹ്നം, ഞായറാഴ്ച സായാഹ്നം ഇവിടെ അവസാനിക്കുകയാണ്. അത് ജിനൻ മാഷിൻ്റെ പാട്ടും വർത്തമാനവുമായി ഒരുപാട് പേരില്ലെങ്കിലും കുറച്ച് പേരായാലും വളരെ ഇൻറ്റിമസി ആയിട്ടുള്ളൊരു ഒരു യോഗമായിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഇനിയും ഇതുപോലെ ഒരുപാട് എഴുതാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഒരു കാര്യം എനിക്ക് പറയാം, ഒരു ഇവിടെ PT ഭാസ്കർ പണിക്കരെ കൂട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളെ കുടുംബ സുഹൃത്തായിരുന്നു PT ഭാസ്കർ പണിക്കർ. അച്ഛനായിട്ട് വലിയ അടുപ്പം RMI സ്കൂളിൽ സ്ഥലത്ത് എന്നും ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു കുട്ടിക്കാലത്ത് എൻ്റെ മയ വരും PT ഭാസ്കർ പണിക്കരെ പറ്റി പറയും. ഈ വാക്ക് ഞാൻ കേൾക്കുന്നത് അവിടെ നിന്നാണ്, അടയ്ക്കാപ്പുറത്തൊരു വീട് എന്നുള്ളത്. അപ്പോൾ ആ വീട് അച്ഛൻ്റെ ഏറ്റവും സുഹൃത്തായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുമ്പോഴൊക്കെ എന്നും വരുന്ന ഒരു വീട്. അപ്പോൾ അത് പറയും. അപ്പോൾ ഈ ഭാസ്കരമണിക്ക് എന്നും എഴുതിക്കൊണ്ടിരിക്കും ഈ നിർത്താതെ. അങ്ങനെ ഭാസ്കരമണിക്ക് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. ഓർമ്മകൾ അവസാനിക്കുന്നില്ല, നിശ്ചയമായും മുന്നോട്ട് തന്നെ നീങ്ങട്ടെ. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾരൂപമല്ലാത്തൊരു അശരീര ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് ക്യാമറയ്ക്ക് പുറകിലിരുന്നുകൊണ്ട് കർഷകനായി നമ്മുടെ നാടകപ്രവർത്തകനും കവിയും എല്ലാമായ കാവശ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചാക്കോടി അടിക്കാടിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ചാക്കോടി ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പറയും. തീർച്ചയായിട്ടും വളരെ അഭിമാനമുണ്ട്. നമ്മുടെ കാവശ്യയുടെ തന്നെ അഭിമാനം എന്ന് പറയുന്ന ഏറ്റവും ശക്തനായിട്ടുള്ള കവിയും കൂടിയാണ്. 50 വർഷം എന്നുള്ളതല്ല, അതിനപ്പുറം എഴുതാനുള്ള കരുത്ത് ബാക്കി യുവകവികൾക്കും കൂടി കൊടുക്കുന്ന ഒരു ഗംഭീരമായ ഇടപെടലാണ് ജിനൻ മാഷുടെ. ഈ മുല്ലനയുടെ അഭിമാനം കൂടിയാണ്, കാവ്യശികയുടെ കരുത്താണ്. ഈ കാവ്യശിക ഈ അടുത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. 50 വർഷം കവിത എഴുത്തിൻ്റെ, ജിനൻ മാഷ എഴുത്തിൻ്റെ 50 വർഷം ഗംഭീരമായിട്ടാണ് നമ്മൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിലൂടെയാണ് അത് ചെയ്തത്. ഇവിടെ കവിമുറ്റം എനിക്ക് ഒരു 10ാമത്തെയോ 12ാമത്തേക്കാണ് തോന്നുന്നത്. ടി മുല്ലനയുടെ നേതൃത്വത്തിൽ കാവശ്യയുടെ കവിമുറ്റമാണ്. ഇവിടെ ജിനൻ മാഷ വീടാണ്. ഇവിടെ രാവണി മാഷയുടെ അധ്യക്ഷതയിലാണ് നടന്നത്. ജിനൻ മാഷക്കൊപ്പം മീര ടീച്ചറുണ്ട്, മാഷയുടെ അനിയന്മാരുണ്ട്, കണ്ണൻ മാഷ നമ്മുടെ ടി മുല്ലനയുടെ മറ്റൊരു കരുത്തായ സാരഥിയാണ്, ശ്രീജ ടീച്ചറുണ്ട്, സുധീഷ് വന്നു, നന്നായിട്ട് ഇടപെട്ടു. പിന്നെ തീയോ നന്നായിട്ട് പാട്ട് ആലപിച്ചു. വളരെ അർത്ഥവത്തായ ഒരു ദിവസമാണ്. ലൈവ് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് നെറ്റിൻ്റെ പ്രശ്നം കാരണം ലൈവ് പോയില്ലെങ്കിലും നമ്മൾ നേരിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ധന്യമായിരിക്കുന്നു. ഇനിയും നമ്മൾ കാവശ്യയുടെ പല കവിമുറ്റങ്ങളും പല വ്യക്തികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച്, നേരത്തെ രാഹുൽ മാഷ് പറഞ്ഞ പോലെ 1-2 മണിക്കൂർ കവികളുടെ വീട്ടിൽ കേന്ദ്രീകരിച്ച് ചെയ്യാത്തത്. ചന്ദ്രശേഖരൻ കണ്ടിവരുടെ ചെയ്തിരുന്നു, വർഗീസാനിയുടെ ചെയ്തിരുന്നു. കുറച്ചും കൂടി ജില്ല പുറത്തുള്ളവരെ പോയിട്ട് നമ്മൾ അവൈലബിൾ ആവുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും നമുക്കറിയാം, കവിമുറ്റം എന്ന് പറയുന്നത് ഒരു വീട് സന്ദർശനം, ഒരു വീടിന് ആ കവിയുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സർഗാത്മകമായിട്ടുള്ളൊരു സന്ധ്യ ചെലവഴിക്കുക എന്നുള്ളതാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. വളരെ എല്ലാവർക്കും നന്ദിയുണ്ട്, പങ്കെടുത്ത എല്ലാവർക്കും, വന്നു പോയവർക്കും കേട്ടവർക്കും, പിന്നെ നമ്മുടെ കാവശ്യയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സാരഥികൾക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. മാധ്യമത്തിൽ